ഈ ആഴ്ച 11 മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഓരോ ദിവസം കഴിയുന്തോറും വോട്ടിംഗ് റിസൾട്ടിൽ വമ്പിച്ച അട്ടിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം സ്ഥാനം പതിവ് പോലെ അനീഷ് തന്നെയാണ് തുടരുന്നത്. 46,330 വോട്ടുകളാണ് അനീഷിന് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. ഒന്നാം സ്ഥാനം ഇനി അനീഷിന്റെ കയ്യിൽ നിന്നും ആരും പ്രതീക്ഷിക്കേണ്ട. രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് ഷാനവാസ് തന്നെയാണ്. 30,865 വോട്ടുകളാണ് ഷാനവാസിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. ആദിലയെ പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഒരു വമ്പിച്ച കുതിച്ചുകയറ്റമാണ് ലക്ഷ്മി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 22,500 വോട്ടുകൾ ലക്ഷ്മിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. നാലാം സ്ഥാനത്തേക്ക് നിഷ്പ്രയാസം ഓടിക്കയറിയിരിക്കുകയാണ് ജിസൈൽ. 22,300 വോട്ടുകളോടുകൂടി നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ജിസൈൽ. ലക്ഷ്മിയുടെയും ജിസൈലിന്റെയും കുതിച്ചുകയറ്റം കാരണം അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ആദില. ഇപ്പോൾ ആദിലയ്ക്ക് നല്ല രീതിയിൽ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ട്. 21,600 വോട്ടുകളാണ് ആദിലയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. ജിഷിനെ പിന്തള്ളിക്കൊണ്ട് അക്ബർ ആറാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ 21,850 വോട്ടുകളാണ് അക്ബറിന് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. അക്ബറിന്റെ മുന്നേറ്റം കാരണം ഏഴാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് ജിഷി. നല്ല രീതിയിൽ തന്നെ ജിഷിന്റെ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ട്. 19,800 വോട്ടുകൾ മാത്രമാണ് ജിഷിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. എട്ടാം സ്ഥാനത്ത് തുടരുന്നത് ആര്യൻ തന്നെയാണ്. 19,200 വോട്ടുകൾ മാത്രമാണ് ആര്യന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. ഒമ്പതാം സ്ഥാനത്ത് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത് ബിന്നി തന്നെയാണ്. 18,944 വോട്ടുകളാണ് ബിന്നിയുടെ അക്കൗണ്ടിലുള്ളത്. തീർച്ചയായും ബിന്നി ഇപ്പോഴും തുടരുന്നത് ഡേഞ്ചർ സോണിൽ തന്നെയാണ്. സാബുമാന് നേരിയ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 11ാം സ്ഥാനത്ത് നിന്നും 10ാം സ്ഥാനത്തേക്ക് കരകയറിയിരിക്കുകയാണ് സാബുമാൻ. ഇപ്പോൾ 18,300 വോട്ടുകളാണ് സാബുമാന് നേടാൻ സാധിച്ചത്. സാബുമാനും ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. സാബുമാനുമായുള്ള നേരിയ വ്യത്യാസത്തിൽ 11ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത് അഭിലാഷാണ്. 18,110 വോട്ടുകൾ മാത്രമാണ് അഭിലാഷിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. സാബുമാനെ പോലെ തന്നെ അഭിലാഷും ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഈ ആഴ്ച നിലനിൽക്കുന്നത്. വോട്ടിങ്ങിൽ ഒരു വമ്പൻ അട്ടിമറി കാഴ്ചവെക്കാതെ ഇവർക്കിനി മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല. ഇനി 2 ദിവസം കൂടി മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവസരം ഉള്ളൂ. ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ സാബുമാനും അഭിലാഷും തന്നെയായിരിക്കും പുറത്തു പോകുന്നത്. എന്റെ സപ്പോർട്ട് കോമണറായ അനീഷിനാണ്. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യൂ. തുടർന്നുള്ള ദിവസങ്ങളിലെ വോട്ടിംഗ് റിസൾട്ടിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.